കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകാൻ കേവലം 3 മാസം മാത്രം ബാക്കി നിൽക്കെ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ആനുകൂല്യം മാത്രം വിതരണം ചെയ്തുകൊണ്ട് നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുടിശ്ശികയായി നിൽക്കുകയാണ്. സംസ്ഥാനത്താകെ 18 ലക്ഷത്തോളം സ്ത്രീകൾ അപേക്ഷിച്ചതിൽ 16,10,000-ഓളം അപേക്ഷകൾ അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിലും പുതുതായി അധികാരമേറ്റ UDF സർക്കാരും ഇതിന്റെ വിതരണം നടത്തിയിട്ടില്ല. കഴിഞ്ഞ സർക്കാർ ഇലക്ഷന് മുൻപായി തട്ടിക്കൂട്ടിയതും 3-ാം മാസത്തിൽ അവർ തന്നെ വിതരണം നിർത്തലാക്കിയതുമായ ഒരു പദ്ധതിയാണിതെന്ന വിലയിരുത്തലിലാണ് പുതിയ ഗവൺമെന്റ്. കൂടാതെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ 5 ഇന്ദിരാ ഗ്യാരണ്ടികളെ കുറിച്ച് വ്യക്തമാക്കിയപ്പോഴും മുഖ്യമന്ത്രിയോ സർക്കാരോ സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് യാതൊരു പരാമർശവും നടത്താത്തത് ഈ പദ്ധതി ഇനി തുടരുവാനുള്ള സാധ്യത കുറവാണെന്ന സൂചനകളാണ് നൽകുന്നത്. എന്നാൽ ഇതിനു പകരമായി സംസ്ഥാനത്തെ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഉടനടി പ്രയോജനം ലഭിക്കുന്ന 2 ബൃഹത് പദ്ധതികൾ ഈ ജൂൺ മാസത്തിൽ തന്നെ നടപ്പിലാക്കാൻ പുതിയ സർക്കാർ അടിയന്തര നീക്കം നടത്തുന്നുണ്ട്. ഇതിലൊന്നാമത്തേത് ജൂൺ 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRT ബസ്സുകളിൽ പൂർണ്ണമായും സൗജന്യ യാത്രാ സൗകര്യം അനുവദിക്കുക എന്നതാണ്. രണ്ടാമതായി കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടെ പഠന കാലയളവിലുടനീളം പ്രതിമാസം 1000 രൂപ വീതം നേരിട്ട് അക്കൗണ്ടുകളിൽ ലഭ്യമാകുന്ന പുതിയ പദ്ധതിയും കൊണ്ടുവരുന്നുണ്ട്. ഈ 2 പുതിയ പദ്ധതികളുടെയും വിശദമായ മാനദണ്ഡങ്ങളും അതോടൊപ്പം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പുതിയ മാറ്റങ്ങളോടെ മുന്നോട്ട് കൊണ്ടുപോകുമോ അതോ പൂർണ്ണമായി നിർത്തലാക്കുമോ എന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനവും ജൂൺ 19 നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന സമ്പൂർണ്ണ ബജറ്റിലൂടെ വ്യക്തമാകുന്നതാണ്.